പട്ടികളെയും പൂച്ചകളെയും വളർത്തുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. വ്യത്യസ്തമായ ഒരു ജീവിയെ വളർത്തുന്ന ഒരു വീട്ടമ്മ ഇവിടെയുണ്ട്. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഗീതേച്ചി, ഈ തവള ഒരു വളർത്തുജീവി അല്ലല്ലോ, എന്നിട്ടും എന്തുകൊണ്ടാണ് ഇതിനെ ഇഷ്ടം കൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ പരിപാലിക്കുന്നത്? ഇപ്പൊ ശരിക്കും ഇഷ്ടം തന്നെയാണ്. ആദ്യമൊന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല ഉണ്ടായിട്ടുള്ളത്. തവള എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും കാണുമ്പോ ഒരു അവജ്ഞയോട് കൂടിയിട്ട് നോക്കുന്ന ഒരു ജീവിയാണ് നമ്മളെ തവള. അതേ ഒരു മനോഭാവം തന്നെയാണ് എനക്കും ഉണ്ടായിന്. പക്ഷെ ഞാൻ വളർത്താനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാല് പറമ്പില് നിന്ന് കിട്ടിയ ഒരു ജീവിയാണ് നമുക്ക് ഈ തവള. ആ ജീവിനെ നമ്മള് ശരിക്കും ശ്രദ്ധിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാല് നമുക്കിവിടെ ഞാൻ അത്യാവശ്യം കോഴികളെ വളർത്താറുണ്ട്. അങ്ങനെ കോഴികളെ വളർത്തുന്ന സമയത്ത് ചെറിയ കോഴി കുഞ്ഞുങ്ങളാ നമുക്ക് നഷ്ടാവുന്നു. ആ നഷ്ടാവുന്ന സമയത്ത് എങ്ങനെ നഷ്ടപ്പെടുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുന്നില്ല. നമ്മളത് തിരിച്ചറിയുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാല് ഒരു ദിവസം നമ്മൾ ഈ തവള ചെറിയ കോഴി കുഞ്ഞിനെ പിടിക്കുന്നത് നമ്മൾ കാണുകയും അങ്ങനെ നമ്മൾക്ക് ഉപദ്രവകാരിയാണ് ഈ ജീവി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ പുഴയിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുക ചെയ്യുന്നത്. ഉപേക്ഷിച്ചിട്ട് 2 ദിവസം കഴിയുന്ന സമയത്ത് നമ്മളെ പറമ്പിലേക്ക് തന്നെ ഇത് 2 പ്രാവശ്യമായിട്ട് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. വീണ്ടും തിരിച്ചു വരുന്നു. ആ തിരിച്ചു വന്ന ഒരു ജീവിനെ കളയാൻ കഴിയില്ല എന്നില്ലേ, നമ്മളോടുള്ള എന്തോ ഒരു അറ്റാച്ച്മെന്റ് ആയിരിക്കും അതിനെ വീണ്ടും ഇടത്തേക്ക് പ്രേരിപ്പിക്കുന്നില്ല. ആ ഒരു മനോഭാവത്തിൽ നിന്നാണ് നമ്മൾ അതിനെ ഒരു ബേസിൽ അടിയിൽ മണ്ണ് നിറച്ച് അതിന്റെ മുകളിൽ വെള്ളവുമാക്കി ഞാൻ ഒന്നിനും അതിലേക്ക് അങ്ങനെയല്ല ഒരു താമസ സ്ഥലം ഉണ്ടായിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഒരുക്കി കൊടുക്കുന്നത്. ഇപ്പൊ 3 വർഷമായി. ഇപ്പൊ ഒന്നിന് പുറകെ ഒന്നൊന്നായി ഇപ്പൊ 6 തവളകള് ഇടയുണ്ട്. 6 തവളകളുണ്ട്. വേറെ ഏതൊക്കെ വളർത്തുമൃഗങ്ങളുണ്ട് ഗീതേച്ചി? ഇവിടെ 2 പട്ടികളും 8 പൂച്ചയും കുറച്ച് കോഴികളും ഉണ്ട്. ഇതിന് എന്നാ ഗീതേച്ചി ആഹാരങ്ങൾ എന്തെങ്കിലും പ്രത്യേകം കൊടുക്കാറുണ്ടോ? അതോ നമ്മളായിട്ട് ഒരു ആഹാരം ഇതിന് കൊടുക്കില്ല. ഇത് ചുറ്റുവട്ടത്തു നിന്നുള്ള പ്രാണികളും പിന്നെ കൊതുകും. ഗീതേച്ചി, ഈ ഒരു തവള ഇവിടെ വന്നെന്ന് പറഞ്ഞല്ലോ, ബാക്കിയും ഇവിടെ തന്നെ ഉണ്ടായതാണോ തവളകള്? അല്ല, ഈ തവളയുടെ പ്രജനന കാലം എന്ന് പറഞ്ഞാല് നമ്മൾ പുതുമഴ വരുന്ന സമയത്ത് മണ്ണിന്റെ അടിയിൽ നിന്നൊരു മഞ്ഞ തവളകൾ വരാനുണ്ട്. കുറെ എണ്ണം വരും. പുതുമഴേന്റെ വെള്ളം മണ്ണിലേക്ക് കൂർന്നിറങ്ങുന്ന സമയത്ത് ഈ മണ്ണിന്റെ അടിയിൽ നിന്ന് മഞ്ഞത്തവളകൾ, ഇതേ വലിപ്പത്തിലുള്ള മഞ്ഞത്തവളകൾ വരും. ആ മഞ്ഞത്തവളകൾ വന്നിട്ട് ഇവരുമായിട്ട് പ്രജനനം ചെയ്തതിന് ശേഷമാണ് നമ്മളെ ഈ കുളങ്ങളിലും നമ്മളെ ചുറ്റുവട്ടങ്ങളിലെ ജലാശയങ്ങളിലെല്ലാം ഈ വാൽമാക്രികൾ ഉണ്ടാവുന്നത്. ആ വാൽമാക്രികൾ വളർന്ന് വലിയ തവളകളായി മാറും. അങ്ങനെ പുറമേ വളർന്നു വന്ന തവളകളാണ് പിന്നെ ഒരു പ്രായപൂർത്തിയാവുന്ന സമയത്ത്, എല്ലാ സമയത്തും ഒരു ജലാശയം ഇത് മാത്രമാണ്, അങ്ങനെയല്ല, ഒരു താമസിക്കാൻ ഒരു വെള്ളം കിട്ടുന്ന ഒരു ഇടം എന്നുള്ള രീതിയിൽ അവരിവിടെ വന്ന് നിന്നതാണ്. നമ്മയായിട്ട് ഒന്നും പിടിച്ചു കൊണ്ടിരുന്നതല്ല, അവരായിട്ട് വന്നിട്ട് ഇവിടെ ഒരു ഷെൽട്ടർ എന്നുള്ള രീതിയിൽ അവര് താമസിക്കുന്നത്. ഈ തവള ആദ്യം വരുമ്പോഴേ ഇനി ഇവിടെ പരിപാലിക്കുമ്പോ വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നോ, അല്ലെങ്കിൽ ആരായിരുന്നു ഇതിനെ ആദ്യം ഇവിടെ പരിപാലിക്കാമെന്ന് പറഞ്ഞത്? തവളകൾ എന്ന് പറയുമ്പോ എല്ലാരും ഒരു ഇഷ്ടക്കുറവാണ് എല്ലാവർക്കും. അതിനെ തൊടാനും പിടിക്കാനും എല്ലാം ഒരു ഇഷ്ടക്കുറവാണ്. അതെന്റെ കുട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ അമ്മ ഒരു തവളനെ പിടിക്കുന്നതെന്ന് പറയുമ്പോ എന്റെ കുട്ടികൾക്കും എല്ലാവർക്കും ഉണ്ടായതാണ്. പക്ഷെ ഞാൻ അതിനെ പരിപാലിക്കുന്ന കാണുമ്പോ മക്കൾക്കും വീട്ടിൽ ഒരാൾ ഒന്നിനെ പരിപാലിച്ച് സ്നേഹത്തോടു കൂടി പരിപാലിക്കുന്നത് കാണുമ്പോ കൂടെ ഇല്ലവരും എന്തായാലും അതിലേക്ക് ശ്രദ്ധ ചെലുത്തും. ഇപ്പൊ എന്റെ ഭർത്താവും 2 കുട്ടികളും ഇതിന് ഞാൻ ചെയ്യുന്നത് കണക്ക് ചെയ്യുന്നതാണ്. ഈ തവളകള് 6 ഏത് സമയം ഇവിടെ വീട്ടിൽ തന്നെയാണോ ഉണ്ടാകാറ്? പകൽ സമയങ്ങളിലെല്ലാം 6 ആ ജലാശയങ്ങളിൽ തന്നെ ഉണ്ടാവും. വൈകിട്ട് 6 പുറത്തു പോകും. രാവിലെ നമ്മൾ ഇപ്പൊ വട്ടേന്റെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ 6 മുകളിലേക്ക് കയറാൻ പാകത്തിലവിടെ വന്നിട്ട് അടിയുണ്ടാവും. അത് തുള്ളിയാതെ തന്നെ കയറും. നമ്മളായിട്ടൊന്നും പിടിക്കോ പുറത്തിടുകയോ ഒന്നും ചെയ്യണ്ട, അവരെന്നെ വന്നിട്ട് തുള്ളി കയറും അതിലേക്ക്. ഈ 3 വർഷമായിട്ടും ഇവര് ഇവിടെ തന്നെയാണോ? അപ്പൊ 3 വർഷമായിട്ടും പുതുമഴ വരുന്ന സമയത്ത് ഇവര് 1 ആഴ്ച കാലം 1 2 ആഴ്ച കാലം ഇവിടെ ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. ആ സമയത്ത് ആര് വന്നാലും തവള ഇടയില്ല. പുതുമഴ കഴിഞ്ഞ് എല്ലാ സ്ഥലങ്ങളും വെള്ളമെല്ലാം നിറഞ്ഞു കഴിഞ്ഞു എന്ന് വരുന്ന സമയത്ത് പിന്നെ നമ്മളെ ചുറ്റുവട്ടത്തിലെ ജലാശയങ്ങളിലെല്ലാം നമ്മളെ വാൽമാക്രികളും മറ്റെല്ലാം ആയതിനു ശേഷം ഈ 6 തവളകളും തിരിച്ച് ഇങ്ങോട്ട് വരികയാണ് ഈ 3 വർഷ കാലയളവിലും നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആ ഒരു 2 ആഴ്ച കാലം തവളകളൊന്നും ഉണ്ടാവില്ല പുതുമഴ വരുന്ന ആ ഒരു സമയത്ത്. ഈ മഴയുടെ ഇത് കഴിഞ്ഞ പാടെ തന്നെ കൃത്യമായിട്ട് തിരിച്ചു വരും അല്ലെ?
തീർച്ചയായിട്ടും വരും. ഇപ്പൊ 3 വർഷത്തെ നമ്മളെ അനുഭവം വെച്ച് നോക്കുന്ന സമയത്ത് ഈ 2 ആഴ്ച കാലം മാത്രമേ അവരിവിടെ ഇല്ലാണ്ടില്ലു. മറ്റെല്ലാ സമയത്തും ഇതിൽ തന്നെയുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പകരം സ്നേഹം കൊടുത്താല് അതേ അളവിൽ തിരിച്ചു കിട്ടുന്നത് നമ്മളെ മിണ്ടാപ്രാണികളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിലുള്ള ജീവികളെ വളർത്താൻ തന്നെയാണ് എൻ്റെ ഒരു തീരുമാനം. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.